10 വർഷം അധികാരത്തിലിരുന്ന ആം ആദ്മി പാർട്ടിയുടെ പെർഫോമൻസ് നമ്മൾ അത്ര മോശമായിട്ട് കാണണ്ട. അതേസമയം BJP വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ നടത്തിയിരിക്കുന്നു. ആ കുതിച്ചുചാട്ടത്തെ നമ്മൾ കാണാതെ പോകരുത്. കാരണം 8 സീറ്റിൽ നിന്ന് 47 സീറ്റിലേക്കാണ് ഓൾമോസ്റ്റ് 40 സീറ്റിൻ്റെ ഇൻക്രീസ് പ്ലസ് ഒരു 6-7% വോട്ടിൻ്റെ വർധനയും കൂടി അവരുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനി ഭരണത്തിലേക്ക് വരുമ്പോൾ BJP യഥാർത്ഥത്തിൽ ഇനി ആം ആദ്മി പാർട്ടി വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നോക്കും. കൂടുതൽ നല്ല ഭരണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. കാരണം ഇതുവരെയും ലഫ്റ്റനന്റ് ഗവർണറുടെ ഇടപെടലുകൾ പ്രശ്നമില്ല. ഇല്ല, എന്നെ മാത്രമല്ല, ആം ആദ്മി പാർട്ടി ഇനിയിപ്പം BJPയുടെയും കോൺഗ്രസിന്റെയും ഒരുപോലത്തെ ആവശ്യം എന്താണെന്നറിയാവോ? ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. BJP ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്നത് അതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ കണ്ടിരുന്നു. കാരണം വെച്ചാൽ ആദ്യഘട്ടത്തിലുണ്ടല്ലോ 2015 യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നതിനോട് BJPക്ക് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? കോൺഗ്രസ് അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുന്നതിനെ BJP ആസ്വദിക്കുകയാണ് ചെയ്തത്. കാരണം 2013 വരെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് 15 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഷീലാ ദീക്ഷിതാണ്. അവിടെ BJPക്ക് ഒന്ന് പിടിച്ചു കയറാൻ കഴിയാത്ത സാഹചര്യം. അപ്പോഴാണ് ഒരു പ്രതിഭാസം എന്നുള്ളതിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അണ്ണാ ഹസാര മൂവ്മെന്റിന്റെ ആ ഫ്രെയിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ ഫ്രെയിമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അണ്ണാ ഹസാരയോടൊപ്പം ഇപ്പുറത്തെ സൈഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാവോ? അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു, സുഷമാ സ്വരാജ് ഉണ്ടായിരുന്നു. ആ മൂവ്മെന്റിനെ എന്തിനാണ്, അണ്ണാ ഹസാര മൂവ്മെന്റിനെ എന്തിനാണ് BJP പ്രൊട്ടക്ട് ചെയ്യുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത്? 2014 അധികാരത്തിൽ വരാനാണ്. കാരണം വെച്ചാൽ അണ്ണാ ഹസാര മൂവ്മെന്റ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? മൻമോഹൻ സിംഗ് സർക്കാരിന്റെ വലിയ അഴിമതികൾക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ആ മൂവ്മെന്റിന്റെ മുഴുവൻ ഗുണവും കിട്ടിയ ആർക്കാണ്? BJPക്കാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. അപ്പം അതിന്റെ ഭാഗമായിട്ടുണ്ടായ ആം ആദ്മി പാർട്ടിയെ അവിടെ ഡൽഹി പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ 2015 കഴിയുമ്പോൾ 2020 വരുമ്പോൾ അതല്ല സ്ഥിതി. അവിടെ അവരില്ലാതാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, BJPയുടെ സ്ട്രോങ് ഹോൾസിലേക്കാണ് അവർ പിന്നെ കടന്നു കയറിയത്. നോക്കിക്കോളൂ, പഞ്ചാബിൽ അവിടെ ശിരോമണി അകാലിദളും BJPയും ഒരു ഫോർമിഡബിൾ ഫോഴ്സാണ്. അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ശക്തിയാണ്. അവിടേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നു വന്നിട്ട് അവിടെ സർക്കാർ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ജന്മസ്ഥലമായിട്ടുള്ള ഗുജറാത്തിൽ എന്താ അവസ്ഥ? 13% വോട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്ക്. അവിടുത്തെ നിയമസഭയിൽ 5 അംഗങ്ങളുണ്ട്, 5 MLA-മാരുണ്ട്. അപ്പൊ അങ്ങനെ വെല്ലുവിളിയാകുന്നു എന്ന് കണ്ടു. പിന്നെ കാരണം വെച്ചാല് ആ അർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ലീഡറിന്റെ വളർച്ച എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഓപ്പോസിറ്റ് നിർത്താൻ പറ്റുന്ന നിലവാരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ? ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ മമതാ ബാനർജിക്ക് ഇല്ലാത്ത ഇമേജ് ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അല്ലെ, അരവിന്ദ് കെജ്രിവാൾ ഏതൊക്കെ സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തും? കേരളത്തിൽ ഇവിടെ ആഗ്രഹിച്ചിട്ടില്ലേ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ വരട്ടെ, പ്രചരണം നടത്തട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു വലിയ ഫിഗറായിട്ട് പിന്നെ അരവിന്ദ് കെജ്രിവാൾ ഉയർന്നു വന്നു. അതില്ലാതാക്കേണ്ടത് BJPയുടെ ആവശ്യമാണിപ്പോൾ. അത് ആവശ്യം, ആ ഉദ്ദേശം കൃത്യമായി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യതകൾ സീറ്റുകളുടെ കാര്യത്തിൽ കാണുന്നുണ്ട്. പക്ഷേ കേജ്രിവാൾ എന്ന നേതാവിൻ്റെ കാര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ കേജ്രിവാൾ എന്ന നേതാവിന് ആത്മവിശ്വാസമില്ലെങ്കിൽ 23 സീറ്റ് നേടിയാലും ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി എത്രത്തോളം മുന്നേറും എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം കേജ്രിവാൾ എന്നൊരൊറ്റ നേതാവിൽ ചുറ്റിത്തിരിയുന്ന പാർട്ടി, മറ്റൊരു നേതാവിനെ അംഗീകരിക്കാത്ത പാർട്ടി എന്ന് പറഞ്ഞാൽ കേജ്രിവാൾ മറ്റു നേതാക്കളുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നില്ല, സ്വന്തം ഇഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മുൻപ് സഹകരിച്ച പ്രധാനപ്പെട്ട പല സാമൂഹ്യ പ്രവർത്തകരും ആ സംവിധാനം വിട്ടുപോയത്. അപ്പോൾ കേജ്രിവാൾ പറയുന്നത് മാത്രം അനുസരിച്ച് നിൽക്കുന്ന ഒരു സംഘം നേതാക്കളുടെ ചുറ്റും കേജ്രിവാൾ നിൽക്കുന്നു. ആ നേതാവ് തകർന്നു കഴിയുമ്പോൾ ആ പാർട്ടിക്ക് ഇനി പിന്നെ നിലനിൽപ്പുണ്ടോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ കൂടി, ഇനിയിപ്പം ഈ കോൺഗ്രസ് കാരണമാണ് ആം ആദ്മി പാർട്ടി തോറ്റത് എന്ന ഈ ഫലം വന്നു കഴിയുമ്പോൾ ഇനി ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ പറയാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? അല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2019-ലും 2015-ലും 2020-ലും കോൺഗ്രസ് അവിടെ പിന്നെ മുന്നണിയില്ലാതെ തന്നെയാണ് മത്സരിച്ചത്. ട്രയാങ്കുലർ ഫൈറ്റ് തന്നെയായിരുന്നു. ആ രണ്ട് ട്രയാങ്കുലർ ഫൈറ്റിലും അതിഗംഭീരമായ വിജയമാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത്. അല്ലേ, കോൺഗ്രസിനെ നിശേഷമാക്കിയെന്ന് മാത്രമല്ല BJPയെ നിലംപരിച്ചാക്കി. ആദ്യത്തെ വിജയം എങ്ങനെയാണ്? 2015-ലെ ആം ആദ്മി പാർട്ടി വിജയിച്ചു വരുമ്പോഴല്ലോ 3 സീറ്റാണ് BJPക്കുള്ളത്. 67 സീറ്റും ആം ആദ്മി പാർട്ടിയുടെ കയ്യിലാണ്. 2020-ൽ വിജയിച്ചു വരുമ്പോൾ 62 സീറ്റ് BJPയുടെ കയ്യിൽ, കേവലം 8 സീറ്റ്. അവിടെയും കോൺഗ്രസ് ഇല്ല. അപ്പോഴും കോൺഗ്രസിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരികയല്ലേ? 10% ആയിരുന്നു 2015-ൽ ഉണ്ടായിരുന്നത്. 2020-ൽ എത്ര പെർസെൻറ്റേജ് ആണ്? 4%ലേക്ക് വന്നു. ഇപ്രാവശ്യം അത് 6%ലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2% അധികമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു കണക്ക് നോക്കാം. 44% പിന്നെ ആർക്കുണ്ട്? ഇപ്പം തന്നെ
ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഈ 6% കോൺഗ്രസ് കൂടി ചേരുന്നു എന്ന് വിചാരിക്കാം. കോൺഗ്രസ് കൂടി ചേർന്നാൽ 50% ആവും. അപ്പോൾ വിജയിക്കില്ലേ? ആ 6% അപ്പോൾ വരില്ല. ആ 6% കോൺഗ്രസിന് കിട്ടില്ല. ഈ ഐക്യത്തിൽ പോയാൽ കാര്യം മാത്രമാണ് കിട്ടുക. കാരണം എന്താ അറിയോ, ആം ആദ്മി പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയ വോട്ട് കൂടി കോൺഗ്രസിന് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 4% തന്നെയാണ് അവരുടെ അവിടുത്തെ വോട്ട്. അങ്ങനെ സ്വാഭാവിക സഖ്യമായിരുന്നില്ല. സ്വാഭാവിക സഖ്യമായിരുന്നെന്ന് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ഒന്നിച്ച് നിന്നിരുന്നു എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ BJP വോട്ട് പെർസെന്റേജ് കൂടും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അങ്ങനെയാണ് അത് സീറ്റിലേക്കും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് കണ്ടതല്ലേ, ഒരുമിച്ച് നിന്ന് കണ്ടത് മാത്രമല്ല, 54 ആയിരുന്നില്ലേ? 54 ആയിരുന്നു BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് 2024. അതായത് 6 മാസം മുമ്പ് നടന്ന 8 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 54% ആണ് ആം ആദ്മി പാർട്ടിക്ക് BJPക്ക് കിട്ടിയത്. അപ്പോൾ 30% താഴെ പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ആ പാറ്റേൺ എല്ലാം ഭേദിച്ചുകൊണ്ട് BJP അവിടെ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. उनका 10 साल से साथ नहीं मिल पा रहा था, दिल्ली में कोई काम नहीं हो पा रहा था, मगर ये जो सरकार बन रही है दिल्ली में, ये प्रधानमंत्री जी के विजन को दिल्ली में लेके आएगी. तो मैं प्रधानमंत्री जी का धन्यवाद करता हूं कि उन्होंने अपना समय दिया और मैं ये जीत का श्रेय प्रधानमंत्री नरेंद्र मोदी പ്രതികരണമാണ്. कौन होगा अब मुख्यमंत्री? आपको इस बात का भरोसा था? मैं दिल्ली की जनता का बहुत बहुत एक बार फिर से धन्यवाद करता हूं. और ये जीत, ये प्रधानमंत्री नरेंद्र मोदी जी की जीत है, ये सभी दिल्ली वासियों की जीत है. പ്രധാനമന്ത്രിയുടെ വിജയം എന്നാണ് പറയുന്നത്. അടുത്ത ദില്ലി മുഖ്യമന്ത്രിയാകുമോ പർവേഷ് വർമ്മ എന്നുള്ള ചോദ്യമാണ്. അടുത്ത ദില്ലി മുഖ്യമന്ത്രി പർവേഷ് വർമ്മയാകുമോ? അതിനുള്ള ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുടെ വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേജ്രിവാളിനെ തോൽപ്പിച്ചിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പറയാമായിരുന്നു. അവസാന നിമിഷം വരെ കേജ്രിവാൾ പൊരുതി. ചില്ലറ വോട്ടുകൾക്കുള്ള മേൽക്കൈ ഒരു ഘട്ടത്തിൽ കേജ്രിവാളിനുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 7000 വോട്ടിന് പിറകിലുമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പർവേഷ് വർമ്മ കേജ്രിവാളിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കേജ്രിവാളിനെ പരാജയപ്പെടുത്തിയ നേതാവ് എന്നുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ടും യോഗ്യമായ ഒരു കാര്യമാണല്ലോ, അല്ലേ? നിശ്ചയമായി. മാത്രമല്ല, കേജ്രിവാളിന്റെ പരാജയമാണ് ഇതിനകത്ത് ഏറ്റവും നല്ല സ്പെസിമെൻ എന്ന് പറയുന്നത്. അതായത് ആം ആദ്മി പാർട്ടിയോടുള്ള ഡൽഹി വോട്ടേഴ്സിന്റെ ഒരു വികാരത്തിന്റെ പ്രതിഫലനമാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ കേജ്രിവാളിന്റെ തോൽവി എന്ന് പറയുന്നത്. കേജ്രിവാൾ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പോപ്പുലാരിറ്റി അവിടെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കേജ്രിവാളിനെ പോലൊരു നേതാവിന് അവിടെ തോൽവി നേരിടേണ്ടി വരില്ല. ഈ പറയുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് വർമ്മ എന്ന് പറയുന്നത്. BJPയുടെ വലിയ പാരമ്പര്യമുള്ള നേതാവാണ് സാഹിബ് സിംഗ് വർമ്മ. അദ്ദേഹത്തെ മാറ്റി പിന്നീട് സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ ഇൻഫൈറ്റുകൾ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ 1998 BJP തോൽക്കുന്നതിനൊരു കാരണം BJP തന്നെ 3 ക്യാമ്പായിട്ട് പിരിഞ്ഞിരുന്നു. ഞാൻ ആ സമയത്ത് ഡൽഹിയിലുണ്ട്. അത് സാഹിബ് സിംഗ് വർമ്മയുടെ ക്യാമ്പ്, മദൻലാൽ ഖുറാനയുടെ ക്യാമ്പ്, സുഷമ സ്വരാജിന്റെ ക്യാമ്പ് എന്നീ നിലയ്ക്കൊക്കെ വലിയ ഇൻഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിനെ പരമാവധി മുതലെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്നത്, ഷീലാ ദീക്ഷിത് അവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷേ പിന്നീട് ഷീലാ ദീക്ഷിതിൻ്റെ ഒരു ഇമേജിൽ വളരെ മുന്നോട്ട് കോൺഗ്രസ് പോവുകയും വളരെ പിന്നോട്ട് BJP പോവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇമേജിനെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ വലിയ നേട്ടമായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ തന്നെ തോക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി പൂർണ്ണമായും തോറ്റു എന്നാണ്. ഒരർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ നിരാകരിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പം മാറുകയാണ് കേട്ടോ, 48-22. അപ്പോൾ ഒരു സീറ്റ് വീണ്ടും കുറയുകയാണ്. 48-22 എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പം ചെറിയ മാർജിനാണ് പല മണ്ഡലങ്ങളിലും നമ്മൾ കാണുന്നത്. 50 വേണമെങ്കിൽ ടച്ച് ചെയ്യാം, അല്ലെ? BJP വേണമെങ്കിൽ 50 വരെ ടച്ച് ചെയ്യാം. 50 അവർ അവകാശപ്പെട്ടിരുന്നത്. 50 എത്തുമോ എന്നാണ് അറിയേണ്ടത്. ഈ അതിഷിയുടെ വിജയമാണ്. ഏറ്റവും അവസാന നിമിഷം വരെ പിന്നാക്കം പോയ ശേഷമാണ് അതിഷി വിജയിച്ചിരിക്കുന്നത്. 2795 വോട്ടുകൾക്കാണ്. ചെറിയ ഭൂരിപക്ഷം എന്ന് പറയാമെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റു കണക്കുകൾ നോക്കുമ്പോൾ അതിഷിയുടെ അത്ര മോശം ഭൂരിപക്ഷമല്ല. മാത്രവുമല്ല, അതിഷി അവിടെ ഫൈറ്റ് ചെയ്തത് രമേഷ് ബിദൂരിയുമായിട്ടാണ്. രമേഷ് ബിദൂരി എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പർവേഷ് വർമ്മ അവിടെ മത്സരിക്കുമ്പോഴാണ് സത്യത്തിൽ കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ അറിയുന്നത് തന്നെ. അതേസമയം രമേഷ് ബിദൂരി അങ്ങനല്ല. പാർലമെന്റിൽ അറിയാം. മാത്രമല്ല പരാമർശങ്ങൾ നടത്തി അറിയാം. അതിഷിക്കെതിരെ പോലും മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെ. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ രമേഷ് ബിദൂരി ഒരു പോപ്പുലർ ലീഡറാണ്. അവിടുത്തെ ഒരു CM മെറ്റീരിയൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവരാരും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് പർവേഷ് വർമ്മയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് നേതാക്കളെയൊക്കെ കാണുന്നത്. ഒരു ജയന്റ് കില്ലർ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ആ ഒരു അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച ആളെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ചീഫ് മിനിസ്റ്റീരിയൽ
പോസ്റ്റിലേക്ക് അയാളുടെ ക്ലെയിം എന്ന് പറയുന്നത്, പ്രവേശ് വർമ്മയുടെ ക്ലെയിം എന്ന് പറയുന്നത്